ഇത് നമുക്ക് മാങ്ങയുടെ ജാം ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങയുടെ നല്ല സമയമാണല്ലോ. അപ്പോൾ ഇതേപോലെ ജാമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കുറേ നാൾ വരെ കേടാവാണ്ടിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിരുന്നാലും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊണ്ട് ചെത്തിയിട്ട് ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ മാങ്ങയാണ് എടുത്തത്. അതിപ്പോൾ എങ്ങനത്തെ മാങ്ങ എന്തായാലും കുഴപ്പമില്ല. എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കുക. പിന്നെ 2.5 കപ്പ് പഞ്ചസാര വേണം. അത് 4 മാങ്ങയ്ക്ക് ഞാനിവിടെ 2.5 കപ്പ് പഞ്ചസാരയും എടുത്തേക്കുന്നത്. ഇതിലേക്ക് 5 കപ്പ് വെള്ളവും വേണം. അപ്പോൾ പഞ്ചസാരയുടെ ഡബിൾ എടുക്കുക വെള്ളം. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ ഒരുപാട് നാരുള്ള മാങ്ങേനേക്കാളും നല്ലത് നാര് കുറവുള്ള മാങ്ങയായിരിക്കും ഇതേപോലെ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുമ്പോൾ അത് കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇതേപോലെ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കുക. ഇപ്പം മാങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 5 കപ്പ് വെള്ളം ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് 2.5 കപ്പ് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു വലിയ കഷ്ണം കറുകപ്പട്ടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ഈ പഞ്ചസാര പാനിയിൽ ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഒരുപാട് തിക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒട്ടണ ഒരു പരുവാവണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആ പഞ്ചസാരയും വെള്ളം കൂടിയും ചേർക്കുന്ന സമയത്ത് തന്നെ മാങ്ങയുടെ പൾപ്പ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാമിന് ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഈ പഞ്ചസാര പാനിയുടെ ഈ പാകം ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സ്പൂണിൽ കുറച്ച് പഞ്ചസാരപ്പാനി ഇടുക. എന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഊതി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. അതുകൊണ്ട് നമ്മളിതിനെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ ഒട്ടണ പോലെ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഈ 2 വിരലങ്ങളും വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വഴുവഴുപ്പ് പോലെ തോന്നണം. ഇതേപോലെ ഇങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ തോന്നണം. പക്ഷേ സ്റ്റിക്കി ആവണ പരുവത്തിലേക്ക് പോകരുത്. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നമ്മൾ അരച്ച് വെച്ചേക്കണ മാങ്ങയുടെ പൾപ്പ് ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ജാമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഇടുന്ന സ്പൂണൊക്കെ ആയിരുന്നാലും ഈ സ്പൂണിലൊന്നും ഒട്ടും വെള്ളം പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജാം പെട്ടെന്ന് കേടുവരും. ഈ തീ നന്നായിട്ട് കൂട്ടിക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് വലിയ വലിയ കൊമ്പളകൾ മാത്രമേ വരുന്നുള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട് നമ്മൾ ഒഴിക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ വീഴണം. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഭയങ്കരമായിട്ടാണ് തിക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. കാരണം ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇതേപോലെ ഇങ്ങനെ ആയിട്ട് വരണം. നമ്മളിത് ഇളക്കുമ്പോഴായിരുന്നാലും കണ്ട ഈ പാത്രത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ കാണണം. കണ്ട, ഈ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം ആ സ്റ്റോർ ചെയ്ത് വെക്കണ ആ ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇനി ഇത് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കണ ഇപ്പോൾ പാത്രമായിരുന്ന അല്ലെങ്കിൽ ബോട്ടിലായിരുന്നാലും ഒന്നിലും തീരെ വെള്ളം പാടില്ല. വെള്ളം കാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവരും. അല്ലെങ്കിൽ ഇത് കുറേ നാൾ വരെ ഇരിക്കും. പിന്നെ ഇതിലേക്ക് നിങ്ങൾ സ്പൂണൊക്കെ ഇട്ട് ഇത് എടുക്കുമ്പോഴായിരുന്നാലും ആ സ്പൂണിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് നോക്കണം. വെള്ളം കാനം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മുകളിൽ പൂപ്പൽ വരും. പൂപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് എടുക്കരുത്. കാരണം പൂപ്പൽ വന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷം ചെയ്യും.
അപ്പോൾ നിങ്ങൾക്കത് ആവശ്യത്തിനുള്ളത് മാത്രം വേറൊരു ചെറിയൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് പകർത്തി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇളക്കണ്ട. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആയിരുന്നാലും പെട്ടെന്ന് വന്ന് എടുക്കുമ്പോൾ വെള്ളമുള്ള സ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ പൂപ്പൽ വരും. ഇപ്പം മാംഗോ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.